തീരുമാനിക്കാനുള്ള പരമാധികാരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വകുപ്പ് പ്രഖ്യാപിക്കും. അത് ഏത് വകുപ്പായിരുന്നാലും ശരി, ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് പൂർണ്ണമായും നീതി പുലർത്തുക, അത് സത്യസന്ധമായും പ്രതിബദ്ധതയോടുകൂടി വിശ്വാസ്യതയോടുകൂടി വിജയിപ്പിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തുക. ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും നയവും. നേരത്തെ അങ്ങ് തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന സമയത്ത് നടപ്പിലാക്കിയ ചില ചെറിയ തുറമുഖ പദ്ധതികളുണ്ട്. അതൊക്കെ വലിയ വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് അത് ഞാൻ തന്നെ വരണമെന്നോ അതെല്ലാം ഒരു ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ചെറിയ ഒരു തർക്ക വിതർക്കങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതെല്ലാം ഞാൻ ഉചിതമായി എന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്നറിയാവുന്ന കരുത്തനായ കേരളത്തിൻ്റെ ശക്തി ചൈതന്യമായ ഒരാളാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം ഉചിതമായ തീരുമാനം ഉചിതമായ സന്ദർഭത്തിൽ എടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാവും. ഇന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചുമതല ഇന്ന് തന്നെ ഏറ്റെടുക്കുമോ? അതല്ല, അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അതല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊരു പൊതുപ്രവർത്തകൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ഘട്ടമാണ്. അതിൽ നിങ്ങളെല്ലാം ഇതെല്ലാം ജനങ്ങൾ നൽകിയതാണ്, എൻ്റെ സ്വന്തമായിട്ടൊന്നുമില്ല. ഇതെൻ്റെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും നൽകിയിട്ടുള്ള ഒരു സമ്മാനമാണ്, ഒരു ഉപഹാരമാണ്, ഒരു സ്നേഹവായ്പാണ്. അത് ഞാൻ വിനീതമായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ആ വിനീതമായി സ്വീകരിക്കുന്ന ഇതെല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ രാവിലെയും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ജനങ്ങൾ നൽകിയതാണ്. ജനങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. ജനങ്ങൾ അവരാണ്. അതുകൊണ്ട് ഈ സ്ഥാനമാനങ്ങളും പദവികളെല്ലാം തന്നെ അത് നമ്മുടെ സുമനസ്സുകളായ നല്ലവരായ നാട്ടുകാരുടെ സംഭാവനയാണ്. അതിന് ഞാൻ നന്ദി പൂർണ്ണ അത് കടപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളുടെ പിന്തുണയും സഹായങ്ങളും എല്ലാം വേണ്ട നിലയിൽ ക്രിയാത്മകമായ നിലയിൽ എനിക്ക് നൽകണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് തുറമുഖ വകുപ്പല്ല, ഏത് വകുപ്പായാലും സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്നാണ്. മുഖ്യമന്ത്രി ആയിരിക്കും അക്കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക എന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും മകനും ഒപ്പം മറ്റ് കുടുംബാംഗങ്ങൾക്കൊപ്പം വൈകാതെ തന്നെ രാജ്ഭവനിലേക്ക് യാത്ര തിരിക്കുകയാണ്. അതിന് മുന്നോടിയായാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുൻപിലുള്ള ചിത്രങ്ങളിൽ വണങ്ങി അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്നു. മറ്റ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. രാജ്ഭവനിലും 4 മണിക്ക് തന്നെ അവിടെ കൃത്യമായി സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ട് തന്നെ മറ്റ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇരുവരും 2 മന്ത്രിമാരും രാജ്ഭവനിലേക്ക് എത്തുന്നത്. എന്തായാലും രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കൊപ്പം കുടുംബങ്ങൾക്കൊപ്പം വൈകാതെ തന്നെ ഈ MLA ഹോസ്റ്റലിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് യാത്ര തിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്ന് തന്നെയാണ്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം വീണ്ടും പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് രണ്ടാമതും എത്തുന്നത്. തുറമുഖ വകുപ്പ് തന്നെ ലഭിക്കുമെന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരമുള്ള വിലയിരുത്തലുകളൊക്കെയാണ് വരുന്നതെങ്കിലും അദ്ദേഹം ഉറപ്പിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ആയിരിക്കും വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കുക എന്ന സൂചനകളാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നതും. രഞ്ജിത്ത്.